നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ സോസേജ് മസാലയുടെ റെസിപ്പി നോക്കാം. ഇതിനായിട്ട് ആദ്യം ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത് മാത്രം ചേർത്താൽ മതി. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സോസേജ് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോസേജ് റെഡിയായി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുക. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. നീളത്തിൽ അരിഞ്ഞ ഒരു സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്തത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില, മുളകി മാത്രമുള്ള അല്പം ഉപ്പ് ചേർക്കുവാണ്. നമ്മൾ നേരത്തെ സോസേജിൻ്റെ കൂടെ ഉപ്പ് ചേർത്തായിരുന്നു എന്നുള്ള മനസ്സിൽ കാണണം. അതുപോലെ തന്നെ ഇനി സോസ് ചേർക്കാനുള്ളതാണ്. അപ്പം ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരല്പം ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം ഒരു അരമുറി ക്യാപ്സിക്കം, നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. മൂടി വെച്ച് വേവിക്കാം. നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. തക്കാളി എല്ലാം ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സമയത്ത് നമുക്കിതിലേക്ക് സോസേജ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ കിടന്ന് അല്പം ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർക്കുവാണ്. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ റെസിപ്പിയാണ്. ഇങ്ങനെ കറി ആക്കില്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്തും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി ആക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.